ഇന്ന് നമ്മൾ വിവാഹത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ വിവാഹത്തിനാണോ പോയത്, അതോ ഒരു ഗാനമേളക്കാണോ, DJ പാർട്ടിക്കാണോ, മറ്റെന്തെങ്കിലും സെലിബ്രിറ്റികൾ കൂടുന്ന പ്രോഗ്രാമിനാണോ പോയത് എന്ന ഒരു കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിലാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാരെങ്കിലും ഇത് ശരിയല്ല, ഇത് ഇസ്ലാമികമായിട്ട് ശരിയല്ല എന്ന് പറഞ്ഞാലോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു ഈദുൽ അദ്ഹക്ക് സാക്ഷികളാകാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കുറിച്ചുള്ള സ്മരണകൾ അയവിറക്കിക്കൊണ്ട് ഓരോ വർഷവും ഈ ഒരു ബലി പെരുന്നാൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തിനാണത് അങ്ങനെയുള്ള ഒരു രീതി ഇസ്ലാമിൽ വെച്ചത് എന്നതിനെ സംബന്ധിച്ച് ഈ ഒരു ഈദ് സന്ദേശത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാനതിൽ ഏറ്റവും നിരീക്ഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരിട്ട ഒരു സന്ദർഭമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും നേരിട്ട ഒരു സന്ദർഭമുണ്ട്. ആ ഒരു സന്ദർഭം ഖിയാമത്ത് നാൾ വരെ ഇവിടെയുള്ള വിശ്വാസി സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടേയിരിക്കുമെന്നതാണ്. അത് അഭിമുഖീകരിക്കുമ്പോൾ അവർക്കവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ, അവർക്ക് അവരുടെ വിശ്വാസവും സംസ്കാരവും കൂടുതൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് കരുത്തരായി നിൽക്കണമെങ്കിൽ ഇതുപോലെയുള്ള ചരിത്ര സ്മരണകൾ അയവിറക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ഒരു ഓർമ്മ എല്ലാ വർഷവും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തുണ്ടായിരുന്നൊരു സാഹചര്യം, അതേ സാഹചര്യം നമ്മുടെ കാലത്തുണ്ട്, സമാനമായ ഒരു സാഹചര്യമുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പ്രധാനമായിട്ട് പങ്കുവെക്കുന്നത്. ഏതാണെന്ന് ചോദിച്ചാൽ, തെറ്റ് തിരുത്തുന്നതാണ് ഇന്ന് ഏറ്റവും വലിയ തെറ്റ്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, തെറ്റ് ചെയ്യുന്നതല്ല, മറിച്ച് ഒരാൾ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ ആ തിരുത്തുന്നവനാണ് തെറ്റുകാരൻ. തെറ്റ് ചെയ്യുന്നവൻ അവിടെ പ്രശ്നക്കാരനല്ല. നീ എന്തിനത് പറഞ്ഞു എന്നാണ് ചോദിക്കുക. ഈ രീതി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ വീടകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും, പിന്നെ കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ അവിടെ കുട്ടികൾ, അതുപോലെ കുടുംബങ്ങൾ, ഉമ്മമാരെല്ലാവരും ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ എന്തെങ്കിലും കുസൃതികളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മൊബൈൽ ഫോണ് അനാവശ്യമായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വൃത്തികേടുകൾ കാണുക, അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ കുട്ടികൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും. അപ്പോൾ ആ വീട്ടിൽ തിരുത്തുന്ന ആളുകളുണ്ടാവും. ചില ഉമ്മമാർ പറയും, മോനെ അങ്ങനെ പറയാൻ പാടില്ല, മോളെ എങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയും. എന്നാൽ വേറെ ചില ആളുകൾ അത് തീരെ മൈൻഡ് ചെയ്യൂല. അതിനൊക്കെ എന്തിനാണ് അവരെ വിമർശിക്കണത്, എന്തിനാണ് ചോദിക്കാൻ പോണത് എന്ന നിലക്കുള്ളൊരു നിലപാട് സ്വീകരിക്കും. അപ്പോൾ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഈ ഉമ്മ നല്ല ഉമ്മയാണ്, ഈ ഉപ്പ നല്ല ഉപ്പയാണ്, ഈ മൂത്തമ്മ നല്ല മൂത്തമ്മയാണ്, പക്ഷേ ഇവർ ശരിയല്ല, ഇവരെപ്പോഴും എന്നെ ഉപദേശിക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കിടയിൽ തന്നെ ആ രീതിയിലുള്ള ഒരു ഗ്യാപ്പ് ശരിക്കും അവിടെ വരുന്നുണ്ട്. അവിടെ തന്നെ വരികയാണ് എന്ത്, ആ തെറ്റിനെ തിരുത്തുന്നവർ കുഴപ്പക്കാരും മൗനം പാലിക്കുന്നവരാണ് നല്ലവർ എന്ന ഒരു പാഠം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇത് വീട്ടിൽ മാത്രമല്ല, സ്ഥാപനങ്ങളിൽ കാണാൻ പറ്റും. ആ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ കാണാൻ പറ്റും, വിദ്യാലയങ്ങളിൽ കാണാൻ പറ്റും. അവിടെയൊക്കെ ഒരു അരുതാത്തത് ചൂണ്ടിക്കാണിക്കുന്ന അധ്യാപകരാകട്ടെ, കുട്ടികളാകട്ടെ, അതിൽ ഓഫീസ് സ്റ്റാഫ് ആകട്ടെ, ആരാകട്ടെ, ചൂണ്ടിക്കാണിക്കുന്നവർ കുഴപ്പക്കാരും എല്ലാത്തിനോടും മൗനം പാലിച്ച് എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകൾ നല്ല ആളുകളും എന്ന ഒരു രീതി പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മതരംഗത്തേക്ക് കടന്നു വന്നാലോ, ഏറ്റവും പ്രവാചകന്മാർ അഖിലവും ഇവിടെ പ്രബോധനം ചെയ്തൊരു കാര്യം തൗഹീദാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ തൗഹീദ് ഏത് കാലഘട്ടത്തിൽ പറയുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ അമീൻ എന്ന പേരിലാണല്ലോ അറിയപ്പെട്ടിരുന്നത്. ആ അൽ അമീനായ പ്രവാചകൻ, അത് അൽ അമീൻ എന്നുള്ള പേര് എല്ലാവരും പ്രവാചകനെ വിളിച്ചതാണ്. എന്നാൽ ആ പ്രവാചകൻ അവരോട് വന്നിട്ട് ഈ വഹി കൃത്യമായി പറഞ്ഞു. അതായത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന സന്ദേശം പറഞ്ഞതോടുകൂടി, നീ ഞങ്ങളുടെ കുടുംബത്തിൽ കുഴപ്പമുണ്ടാക്കി, നീ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കി, ഛിദ്രതയുണ്ടാക്കി, നീ മാരണക്കാരനാണ്, ഭ്രാന്തനാണ്, എന്തൊക്കെ വാക്കുകളാണ് പിന്നെ അവിടെ ഉപയോഗിച്ചു നോക്കി നിങ്ങൾ. അതായത് ഈ പ്രത്യേകിച്ച് ആ തൗഹീദ് എന്ന് പറയുമ്പോൾ വേഗം നിങ്ങൾക്ക് ഇതല്ലാതെ വേറൊന്നും പറയാല്ലേ എന്ന് ചോദിച്ച് വിമർശനത്തിൻ്റെ കൂരമ്പുകൾ കടന്നു വരുന്നത് ചരിത്രത്തിൽ ഇന്നോളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗത്തെ സംബന്ധിച്ച് സംസാരിച്ചാൽ കുട്ടികൾ പെട്ടെന്ന് ആത്മഹത്യാ പ്രവണത കാണിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാണോ അവരെ ഉപദേശിക്കാൻ പോയത് അവരന്ന് കുറ്റവാളികളായിട്ട് സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിക്കപ്പെടുകയാണ്. പിന്നെ ആരും അവർ പണിക്ക് നിൽക്കില്ല.
കാരണം എന്തെങ്കിലും ചെയ്തു പോയാൽ ഞാൻ കുറ്റക്കാരനാവുമെന്ന് വിചാരിക്കും. അത് വിവാഹങ്ങൾ ആർഭാടപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ വിവാഹത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ വിവാഹത്തിനാണോ പോയത്, അതോ ഒരു ഗാനമേളക്കാണോ, DJ പാർട്ടിക്കാണോ, മറ്റെന്തെങ്കിലും സെലിബ്രിറ്റികൾ കൂടുന്ന പ്രോഗ്രാമിനാണോ പോയത് എന്ന ഒരു കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിലാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാരെങ്കിലും ഇത് ശരിയല്ല, ഇത് ഇസ്ലാമികമായിട്ട് ശരിയല്ല എന്ന് പറഞ്ഞാലോ, ഇയാളൊന്നും ഈ കാലത്ത് ജീവിക്കേണ്ട ആളല്ല, ഇയാളൊക്കെ ഏതോ നൂറ്റാണ്ടിൽ നിന്ന് വരുന്ന ആളാണ്, ഒരു പ്രാകൃതനാണ് എന്ന രീതിയിൽ മുദ്ര കുത്തുന്ന ചാപ്പയടിക്കുന്ന ഒരു സ്വഭാവം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഷിയാക്കളും അതുപോലെ തന്നെ അഹ്ലുസുന്നയും, ഇത് രണ്ടും രണ്ട് വിശ്വാസമാണ്, രണ്ട് ആദർശമാണ് എന്ന് അറിയാത്തവരെ കുറിച്ച് പഠിച്ചാരും എന്ത് ചെയ്യൂല, അത് നിഷേധിക്കൂല. എന്നാൽ ഇതിനെ സമീകരിച്ചുകൊണ്ട് അതെന്തോ മസ്അലയിലുള്ള തകരാറ് മാത്രമേ ഇവർ തമ്മിലുള്ളൂ എന്ന് പറഞ്ഞ് ഇവരൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്, ഏത് വിശ്വാസിയായാലും കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് ഒരു ആഖ്യാനം ഇന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഇതിൻ്റെ വേർതിരിവ് ഒരാൾ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഉടനെ വന്നിട്ട് പറയും ഇവൻ സിയോണിസ്റ്റാണ്, ചാരനാണ്, ജൂതനാണ്, സാമ്രാജ്യത്വവാദിയാണ്, അമേരിക്കയുടെ മൂടുതാങ്ങിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നൊരു സാഹചര്യം. അഥവാ നെല്ലും പതിരും വേർതിരിക്കാൻ ശ്രമിച്ചാൽ അത് ഏറ്റവും വലിയ കുറ്റമായി, അപരാധമായി, അവരെ എന്തെല്ലാം വാചകങ്ങൾ ഉപയോഗിച്ച് ചാപ്പയടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചാപ്പയടിക്കുന്ന ഒരു സന്ദർഭം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്താണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് കേവലം ഉണ്ടായി വന്നൊരു സാഹചര്യമല്ല. ഇതിലേക്ക് നയിച്ച സാഹചര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തത് ഈ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ കേവലം ഒരു ആൾക്കൂട്ടമാക്കി മാറ്റാൻ വേണ്ടി അജണ്ട വെച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന ചില യൂട്യൂബർമാരെ നമുക്ക് കാണാൻ കഴിയും. അതായത് അത് പിന്നെ ഇപ്പോഴത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയകൾ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും. അതായത് മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ അവർ ഖുർആനും സുന്നത്തും തെളിവും കാര്യങ്ങളും അങ്ങനെയൊന്നും പരിഗണിച്ചുകൊണ്ടും അതിൻ്റെ ചട്ടക്കൂടിലും ജീവിക്കേണ്ടവരല്ല. മറിച്ച് മുസ്ലിം പേരുണ്ടായാൽ മാത്രം മതി. പിന്നെ എന്തായിരുന്നാലും വേഷത്തിൽ എന്താവാം, അവരുടെ സംസ്കാരം എന്താകാം, വിശ്വാസം എന്താകാം, അതൊന്നും പിന്നെ ഒരു വിഷയാക്കേണ്ട കാര്യമില്ല. അതാരെങ്കിലും അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്, ഇത് ഹലാലാണ്, ഇത് ശിർക്കാണ്, അത് ബിദഅത്താണ് എന്ന് പ്രവാചകന്മാർ അഖിലവും ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ അതേ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇന്ന് കുറ്റക്കാരനാണ്, അവൻ ഇന്ന് കുഴപ്പക്കാരനാണ്, അവന് സർവ്വ ചാപ്പകളും അവൻ്റെ ദേഹത്ത് വന്നടിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേവലം ഒരു ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ വേണ്ടി തന്നെ അജണ്ട വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്, യാതൊരു തർക്കവും കാര്യത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം ഇന്ന് ഇങ്ങനെയുള്ള ഒരു ട്രെൻഡ് ഉണ്ടായി വരുന്നതിൽ കാരണമായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് സമുദായത്തിൽ സ്വാധീനമുള്ള വ്യക്തികൾ, അത് സാമുദായികമായി ആളുകളെ വശീകരിക്കാൻ കഴിവുള്ള ആളുകൾ, അത് രാഷ്ട്രീയ രംഗത്തുണ്ട്, സാമൂഹ്യ രംഗത്തുണ്ട്, പ്രഭാഷണ രംഗത്തുണ്ട്, പല മേഖലകളിലുണ്ട്. അവർ സമുദായത്തിൻ്റെ ഒരു ഐക്കണായിട്ട് പലപ്പോഴും അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കാണിക്കുന്ന ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ അവരൊരു അൾട്രാ സെക്കുലറായി, ഒരു സ്യൂഡോ സെക്കുലറായി മാറുന്ന ഒരു സാഹചര്യം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സെക്കുലറിസം എന്ന് പറഞ്ഞാൽ സ്വന്തം മതവിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് തന്നെയാണ്. അതോടൊപ്പം മറ്റു ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ വിഷയം. പക്ഷേ ഇന്ന് എല്ലാ മതവും ഒന്നാണ് എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലേക്ക് ഇന്ന് സമുദായത്തിൻ്റെ ചില ആളുകൾ പോലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊരു ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടുണ്ടാകുമ്പോൾ ഇതിൻ്റെ നെല്ലും പതിരും വേർതിരിക്കേണ്ട വിഭാഗക്കാരാണ്, പണ്ഡിതന്മാരാണ്, അറിവുള്ളവരാണ്. ആ അറിവുള്ളവരാകട്ടെ ഇതിൽ മൗനം പാലിക്കുകയും ചെയ്യുന്നു. കാരണം അത് ഞാൻ വിമർശിച്ചിട്ട് ഇനി ഞാനൊരു കുഴപ്പക്കാരനാകണ്ട, ഞാനൊരു തെറ്റുകാരനാകാൻ പോകണ്ട, ഞാൻ എല്ലാവരുടെയും ആക്ഷേപം ഞാൻ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. അത് സംഘടനകളും അങ്ങനെ തീരുമാനിക്കുന്നു. അപ്പോൾ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ, പള്ളി മിമ്പറുകൾ, പ്രഭാഷണങ്ങൾ, സംഘടനകൾ, ഇവരെല്ലാം ഇത്തരം കാര്യങ്ങളിൽ മൗനം പാലിക്കുകയും ചെയ്യുന്നു. അതായത് സത്യവും അസത്യവും അർദ്ധസത്യവും കൂട്ടിക്കുഴച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ എല്ലാ അതിരുകളും ഭേദിച്ചുകൊണ്ട് സമുദായം മുന്നോട്ട് പോകുമ്പോഴും ഇതിനെല്ലാം മൂകസാക്ഷികളായിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു, അറിവില്ലാത്ത സാധാരണക്കാരൻ ഈ ആളുകളൊക്കെ കാണിക്കുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് വിചാരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അവർ ചിന്തിക്കും, അതിനനുസരിച്ച് അവർ മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ അവരുടെ ഈ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു സംസ്കാരം കൊണ്ടുവരികയാണ്. ഇസ്ലാം വിരോധിച്ചിട്ടുള്ള, അപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും, അന്യപുരുഷനും സ്ത്രീകളും പരസ്പരം മിങ്കിളാവുക, സ്പർശിക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, ഇതൊക്കെ ഇന്ന് യഥേഷ്ടം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഈ DJ പാർട്ടികളും
അതേപോലെ തന്നെ ഇന്ന് സമുദായത്തിൻ്റെ പേരിലും ഒരു ഇലക്ഷൻ റിസൾട്ട് വന്നാലും അവിടെ കാൺപെൺ വ്യത്യാസമില്ലാതെ ലോറിയിൽ കയറി ആൾക്കൂട്ടത്തിലൂടെ പിന്നെ മുസ്ലിം സ്ത്രീകളെ തന്നെ എടുത്തുകൊണ്ടുവരുന്ന ഒരു സാഹചര്യം പോലും, സ്ഥാനാർത്ഥികളായ ആളുകളെ പുരുഷന്മാരൊന്നിച്ച് താങ്ങി എടുത്തുകൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ മൗനം പാലിക്കുമ്പോൾ ഇതൊക്കെ എല്ലാത്തിൻ്റെയും ഭാഗമായി മാറുകയാണ്. ഇതേ ആളുകൾ തന്നെ എന്ത് ചെയ്യും? പള്ളിയിൽ വരുമ്പോൾ അവർ നിസ്കരിക്കുന്നു, മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇൻഷാ അല്ലാ, മാഷാ അല്ലാ, അള്ളാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംസ്കാരം ഇന്ന് ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കുറേ സെലിബ്രിറ്റികൾ ഇന്ന് നമ്മുടെ പുതിയ തലമുറയെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നെ ഇതിൻ്റെ നെല്ലും പതിരും വേർതിരിക്കാൻ ആരെങ്കിലും നിന്നാലോ അയാൾ ഈ നാടിന് പറ്റാത്തവൻ, ഈ കാലത്തിന് പറ്റാത്തവൻ, അയാൾ ഒരു റിജിഡായി ചിന്തിക്കുന്നവൻ, അയാൾ കുടുസായി ചിന്തിക്കുന്നവൻ, അയാൾ അനുഷ്ഠാന തീവ്രവാദി, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു തീവ്രവാദ ചാപ്പ വേഗം അടിച്ചുകൊണ്ട് ഈ കാലത്തിന് പറ്റാത്ത ആളുകളാണ് അവർ സങ്കുചിതമായിട്ടുള്ള ആളുകളാണ്, കാറ്റും വെളിച്ചവും കടക്കാതെ ചിന്തിക്കുന്ന ആളുകളാണ്, അവർ 6-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങൾ മാത്രം ആലോചിക്കുന്നവരാണ് എന്നുള്ള ചാപ്പ അടിച്ചുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സ്വഭാവം. അപ്പോൾ ആ ചാപ്പ എന്നിലേക്ക് വരരുത്, ഞങ്ങളുടെ സംഘടനയിലേക്ക് വരരുത്, എൻ്റെ പ്രസിദ്ധീകരണത്തിലേക്ക് വരരുത്, ഞങ്ങളുടെ പത്രത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കരുത്, ഞങ്ങളുടെ ചാനലിനെക്കുറിച്ച് അങ്ങനെ ആലോചിക്കരുത്, ഞങ്ങളെല്ലാവരും ഈ ലിബറൽ കാഴ്ചപ്പാടിനോടൊപ്പമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് ഉത്തരവാദപ്പെട്ട ആളുകളും കേന്ദ്രങ്ങളും സംവിധാനങ്ങളും മാധ്യമങ്ങളും പിന്നെ പ്രഭാഷണങ്ങളും ഹുത്തുബകൾ വരെ ആ രീതിയിലേക്ക് മാറ്റപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നെല്ല് ഏതാണ്, പതിരേതാണ്, സത്യം ഏതാണ്, അസത്യം ഏതാണ്, രാവേതാണ്, പകലേതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കൺഫ്യൂഷൻ ഇന്ന് സമൂഹത്തിലുണ്ടാവും. ആ കൺഫ്യൂഷനിൽ വളർന്നു വരുന്ന സമൂഹം, അറിവില്ലാത്ത ആളുകൾ ഇതാണ് ഇസ്ലാം എന്ന് വിരിച്ച് ഒരു സങ്കര ഇനമായി മാറിക്കൊണ്ടിരിക്കുന്ന അതീവ ഗൗരവതരമായൊരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം. ഈ സാഹചര്യമാണ് ഇങ്ങനെ ഈ തെറ്റ് വിമർശിക്കുന്നത് വലിയ തെറ്റാണ് എന്നൊരു ആഖ്യാനത്തിലേക്ക് വരാനുണ്ടായ കാരണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു സമൂഹത്തിലുണ്ടായിരുന്നത്. കാരണം ഇബ്രാഹിം നബിൻ്റെ കൂടെ ഇബ്രാഹിം നബി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബം വേറെ അധികം ആളുണ്ടായിട്ടില്ല. സമൂഹം മുഴുവൻ അദ്ദേഹത്തിനെതിരായിരുന്നു. ഒരൊറ്റയാൾ പട്ടാളമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് ആ ഇബ്രാഹിം നബി ഇങ്ങനത്തെ ഒരു സാഹചര്യം നിലനിന്ന്, അതായത് സത്യം പറഞ്ഞാൽ എല്ലാവരും നേർക്ക് നേരെ വരിക, ഒറ്റപ്പെടുത്തുക, വേട്ടയാടുക, അങ്ങനത്തെ ഒരു ഘട്ടമുണ്ടായിട്ടും ഇബ്രാഹിം നബി ചെയ്തതെന്താ? സത്യം ധീരമായി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹ്, നിശ്ചയമായും ആ ഇബ്രാഹീമിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും ഉത്തമമായ മാതൃക നിങ്ങൾക്കുണ്ട് എന്നാണ്. ആ മാതൃക നമ്മൾ പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഓരോ നിശ്ചിതമായ ഇടവേളകളിൽ വർഷം തോറും ഈദുൽ അദ്ഹ ഇവിടെ വരുന്നതും നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും. ഹജ്ജ് എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയെക്കുറിച്ചുള്ള സ്മരണ തന്നെയാണ്. ഹാജറ ബീവിയെക്കുറിച്ച്, ഇസ്മായിൽ നബിയെക്കുറിച്ച് ആ സ്മരണ തന്നെയാണ്. അത് സമുദായത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ആവർത്തിച്ചു വരുന്ന ഈദുൽ അദ്ഹകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി പൂർണ്ണമായി അള്ളാഹുവിന് സമർപ്പിച്ചു. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഇതാ ഞാൻ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് സർവ്വതും ഞാൻ സമർപ്പിച്ചിരിക്കുന്നുവെന്നാണ്. അദ്ദേഹം പിതാവിനെ തിരുത്തി. ആ പിതാവ് എന്ന് പറയുന്നത് ബഹുദൈവ ആരാധനയുടെ ഒരു ഹോൾസെയിൽ വ്യാപാരിയായിരുന്നു. ആ പിതാവിൻ്റെ മുഖത്തു നോക്കി അദ്ദേഹം പറഞ്ഞു, ഇത് ഖാല ലി അബീഹി യാ അബത്തി, പൊന്നു വാപ്പ, ലിമ തഅബുദു, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്, എന്തുകൊണ്ടാണ് ആരാധിക്കുന്നത്? ആരെ? മാല യസ്മഉ വല യുബ്സിറു വല യുഗ്നി അൻക ശൈഅ, കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത ഈ ആളുകളെ, ഈ ഒരു വിഗ്രഹങ്ങളെ എന്തിന് നിങ്ങൾ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നുവെന്ന് സ്വന്തം പിതാവിൻ്റെ മുഖത്തു നോക്കി അദ്ദേഹം ചോദിച്ചു. യാ അബത്തി, എൻ്റെ അവസാന ഭാഗത്ത് പറയാൻ, പൊന്നു വാപ്പ, ഇന്നി അഖാഫു, ഞാൻ ഭയപ്പെടുന്നു, അയ്യമസ്സക അദാബും മിനർ റഹ്മാൻ, റഹ്മാൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അദ്ദേഹം പിതാവിൻ്റെ മുഖത്തു നോക്കി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സുഹൃത്തുക്കളെ, ആ പിതാവ് അത് പറഞ്ഞതിൻ്റെ പേരിൽ എന്താ പറഞ്ഞില്ല? അർജുമന്നക്ക എന്നാ പറഞ്ഞു, ഞാൻ നിന്നെ ആട്ടി ഓടിക്കും, വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഞാൻ പുറത്തു പോയാൽ ആരുണ്ടാവുക, എനിക്കിനി പിതാവിൻ്റെ സ്വത്ത് കിട്ടുമോ, എനിക്ക് ഈ ബന്ധം സ്ഥാപിക്കാൻ പറ്റുമോ എന്നൊന്നും ഇബ്രാഹിം നബി ചിന്തിച്ചില്ല. ആ സത്യമായി തന്നെ പറഞ്ഞു, അതിൽ ഉറച്ചു നിന്നു. പക്ഷേ വീട്ടിൽ നിന്ന് പുറത്താക്കി സമൂഹം ഇരു കൈയും നീട്ടി കാത്തു നിൽക്കുകയാണോ? ഒരിക്കലുമല്ല. ആ സമൂഹത്തോടും അദ്ദേഹം പ്രഖ്യാപിച്ചത് എന്താ? ഇത് ഖാലൂ ലി ഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാ,
നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ വിട്ടുനിൽക്കുന്നവനാണ്. അതിൽ ഞാൻ വിട്ടുനിൽക്കും, വേറെ എല്ലാ കാര്യത്തിലും ഞാൻ ഉണ്ടാവും. ഈ വിശ്വാസത്തിൻ്റെ, ഏകദൈവ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു കോംപ്രമൈസും ഞാൻ വരുത്തുകയില്ല എന്ന് സമൂഹത്തിന് മുമ്പിൽ പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? സമൂഹം മൊത്തം അദ്ദേഹത്തിനെതിരായി, കുടുംബം മൊത്തം, പിതാവ് എതിരായി, രാജാവ് എതിരായി. ഒരു രാജാവ് എതിരാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാലോ. ആ രാജാവ് എതിരായിട്ട് ആ രാജാവ് അവസാനം ഇബ്രാഹിം നബിയെ അഗ്നികുണ്ഡത്തിലേക്ക് എറിയാൻ വേണ്ടി തീരുമാനിച്ചു. നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി. എല്ലാവരും ആ തീക്കുണ്ടാരത്തിലേക്ക് ആവശ്യമായ വിറകും എണ്ണയും നെയ്യും ഒക്കെ നേർച്ചയാക്കി, വലിയ പുണ്യകാര്യമായിട്ട്. ആ സമയത്ത് അത് കത്തിജ്വലിക്കുന്ന സമയത്ത് പോലും ഇബ്രാഹിം നബി പറഞ്ഞതെന്താ? ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്കെൻ്റെ അല്ല മതി, ഭരമേൽപ്പിക്കാൻ എനിക്ക് എൻ്റെ അള്ളാഹു മതി. ഖാലഹ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖി ഫിന്നാർ, ആ ഒരു തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി എറിയുന്ന സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞത് അതാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ സമകാലിക സാഹചര്യത്തിൽ ഞാൻ ഹക്ക് പറഞ്ഞാൽ, ഞാൻ തൗഹീദ് പറഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ, ഞാൻ നെല്ലും പതിനും വേർതിരിച്ച് സംസാരിച്ചാൽ ഞാനൊരു കുഴപ്പക്കാരനാവും, ഞാനൊരു തീവ്രവാദിയായി പോവും എന്ന് വിചാരിച്ച് എല്ലാവരും ഉൾവലിഞ്ഞു പോവുക എന്നതല്ല വേണ്ടത്. ഇബ്രാഹിം നബിയിൽ നിന്ന് പാഠം നമ്മൾ പഠിക്കണം. നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു കാക്കും. ഇബ്രാഹിം നബി ആര് കാത്തു? അള്ളാഹു കാത്തില്ലേ? കാരണം തീയിന് കരിയുക എന്ന ഒരു പിന്നെ കഴിവ് കൊടുത്തത് അള്ളാഹുവാണ്. ആ അള്ളാഹ് തീയിനോട് പറയുന്നത് ഖുൽനാ യാ നാറു കൂനി ബർദൻ വസ്സലാമൻ അലാ ഇബ്രാഹിം, തീയേ നീ ഇബ്രാഹീമിൻ്റെ മുകളിൽ തണുപ്പാവുക, സമാധാനമാവുക, ഇബ്രാഹീമിന് സമാധാനം നൽകുക എന്ന ശക്തമായ കൽപ്പന ഈ തീയിന് അള്ളാഹു കൊടുത്തു. പുഷ്പം പോലെ ഇബ്രാഹിം നബി അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? എത്ര നമുക്ക് എതിരായ കാര്യങ്ങൾ വന്നാലും ഹക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിക്ക് നമുക്ക് നൽകുന്നത്. വ അറാദു ബിഹി കൈദ, അവർ ഇബ്രാഹിം നബിയിൽ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു. ഫജഅൽനാഹുമുല്ലാഹി അഖ്സരി, എന്നാൽ അവരാകട്ടെ എന്ത് ചെയ്തു? നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തെ ഓർക്കുക, മനസ്സിലാക്കുക. ഈ സമകാലിക സാഹചര്യത്തിലും ഈ നന്മയും തിന്മയും, ഹക്കും ബാത്തിലും, സത്യവും അസത്യവും എല്ലാം കൂടിക്കുഴഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അതിലേതാണ് സത്യമെന്ന് നമ്മൾ കൃത്യമായി സമൂഹത്തിന് മുമ്പിൽ വരച്ചു കാണിക്കുകയും അതിൻ്റെ പേരിൽ എന്താക്ഷേപം, ഏത് ചാപ്പയടിയെ ഏറ്റാലും അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന രീതിയിൽ ആത്മാഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ ഈ ഈദുൽ അദ്ഹയുടെ ദിവസങ്ങളിൽ നമുക്ക് കരുത്ത് നേടേണ്ടതുണ്ട്, കരുത്തു പകരേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ആവർത്തിച്ചു വരുന്ന ഈദുൽ അദ്ഹ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏവർക്കും ഒരിക്കൽ കൂടി ഈദുൽ അദ്ഹ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.